ചെയ്തിരുന്നു. അത് ഒന്നെന്ന് പറയുന്നത് സ്റ്റീരിയോ ഐസോമറിസം, ഒന്നെന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഐസോമറിസം. വീണ്ടും സ്റ്റീരിയോ ഐസോമറിസത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ജോമെട്രിക്കൽ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം. അടുത്തത് വീണ്ടും ജോമെട്രിക്കൽ ഐസോമറിസത്തിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, സിസ്-ട്രാൻസ് ഐസോമറിസം, ഫേഷ്യൽ മെറിഡിയോണൽ ഐസോമറിസം. പിന്നെയും അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഐസോമറിസത്തെ നമ്മൾ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തു, അയണൈസേഷൻ, ഹൈഡ്രേഷൻ, ലിങ്കേജ്, കോർഡിനേഷൻ ഐസോമറിസം. ഇങ്ങനെ നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഓരോന്നും നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഓക്കെ, നോക്കിക്കോളൂ, ഹെഡിങ് എഴുതിക്കോളൂ. അതായത് റോമൻ ന്യൂമറിൽ ഒരു 1 എന്നിട്ടിട്ട് സ്റ്റീരിയോ ഐസോമർ എന്ന് എഴുതിക്കോ. സ്റ്റീരിയോ 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 ഐസോമെറിസം, ഐസോമെറിസം, സ്റ്റീരിയോ ഐസോമെറിസം. സ്റ്റീരിയോ ഐസോമർ എന്ന് പറയുമ്പോൾ they differ in spatial arrangement, spatial arrangement of atoms or groups about the central metal atom, central metal atom, central metal atom. They are non super impossible, അതായത് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്, അതായത് ഒന്നിന്റെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ കോയിൻസൈഡ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനിയും ഇവരെ രണ്ടായിട്ട് നമ്മൾ സ്റ്റീരിയോ ഐസോമറിസം ഫ്ലോ ചാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സ്റ്റീരിയോ ഐസോമറിസത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ ഐസോമറിസം ആണ്. അപ്പം എ എന്ന് എഴുതിയിട്ട് ജിയോമെട്രിക്കൽ ഐസോമറിസം എന്ന് എഴുതാം, ജിയോമെട്രിക്കൽ ഐസോമറിസം എന്ന് എഴുതാം, ഐസോമെറിസം. ജിയോമെട്രിക്കൽ ഐസോമറിസം എന്ന് എഴുതാം. The isomerism which differ in the geometrical arrangement of the ligands around the central atom. The isomerism which differ in geometrical arrangement, അതിന്റെ ഷേപ്പിലുള്ള ആ ഷേപ്പിലുള്ള മാറ്റം, അതായത് ലിഗാൻഡിനെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ട് വന്ന് കാണിക്കുന്ന ഐസോമറിസത്തിനെ നമുക്കറിയാലോ. ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മോളിക്കുലാർ ഫോർമുല ആയിരിക്കും, ബട്ട് ഡിഫറെന്റ് എന്താണ് അറേഞ്ച്മെന്റ് ആയിരിക്കും. അത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് പഠിക്കുന്നത് ചെയിൻ ഐസോമറിസം ആവാം, പൊസിഷൻ ഐസോമറിസം ആവാം, ഫങ്ഷണൽ ഐസോമറിസം ആവാം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം ആവാം, അങ്ങനെ പല ടൈപ്പ് മെറ്റാമറിസം ആവാം. അതേപോലെ തന്നെ ഇവിടെ ഉള്ളതാണ് എന്താണ് ഇവിടുത്തെ എന്താണ് ഈ സ്റ്റീരിയോ ഐസോമറിസം. അതിൽ ജോമെട്രിക്കൽ ഐസോമറിസത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ജോമെട്രിയിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമറിസമാണ് ജോമെട്രിക്കൽ ഐസോമറിസം. അത് ഇങ്ങനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല, കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഇവിടെ തൊട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡോട്ട് ഇടുക. അതായത് ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ജോമെട്രിക്കൽ ഐസോമറിസം വീണ്ടും രണ്ടെണ്ണം ഉണ്ട്, സിസ്-ട്രാൻസും അതേപോലെ തന്നെ എന്താ ഫേഷ്യൽ മെറിഡിയോണലും. അപ്പം നിങ്ങൾ ഒരു ഡോട്ട് ഇട്ടിട്ട് സിസ്-ട്രാൻസ് ഐസോമേഴ്സ് എന്ന് എഴുതുക, സിസ്-ട്രാൻസ് ഐസോമേഴ്സ് എന്ന് എഴുതുക. അതിന്റെ താഴോട്ട് വീണ്ടും ഒരു സ്റ്റാറും എല്ലാം ഇട്ടിട്ട് സിസ് ഐസോമർ എന്ന് എഴുതുക, സിസ്-ട്രാൻസ് ഐസോമറിസം മീൻ ഹെഡിങ്. അതായത് ജോമെട്രിക്കൽ ഐസോമറിസം രണ്ട് ടൈപ്പാണ്, സിസ്-ട്രാൻസ് ഐസോമറും ഫേഷ്യൽ മെറിഡിയോണലും. അപ്പൊ അതിൽ സിസ്-ട്രാൻസ് ഐസോമർ ആദ്യം എഴുതി, അതിന്റെ സിസ് ഐസോമറിനെ പറ്റി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നു. ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, if identical
ligands, if identical ligands are present on, if identical പാർട്ടിപ്പ് ഏതേണ്ട ഇത്രയും വിട്ടിട്ടുണ്ട് കേട്ടോ, സ്റ്റീരിയോ ഐസോമറിസം ഇത്രയും സ്പേസ് വിട്ടിട്ട് എഴുതുക, ഇത്ര എഴുതിയിട്ടുണ്ട്. നിമിഷ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൽ നിന്നും ദണ്ട് ഇത്രയും വിട്ടിട്ടുണ്ട്, ദണ്ട് ഇത്രയും പഠിപ്പിച്ചിട്ടുണ്ട്, ഇത്രയും ഒരു അര പേജോളം വിട്ടിട്ട് എഴുതുക, അരയോ മുക്കാൽ പേജോ വിട്ടിട്ട് എഴുതുക. This isomer, if identical ligands are present on the same side, of central atom, they are described as cis isomer. ഇപ്പോഴും നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ സാധ്യത കുറവാണ്, അത് എഴുതിക്കോ, ഞാൻ പറഞ്ഞുതരാം, എഴുതിയെടുത്തോളൂ. അടുത്ത സ്റ്റാർ ഇട്ടിട്ട് ട്രാൻസ് ഐസോമർ എന്ന് പറയുമ്പോൾ if identical ligands are present on the opposite side of central atom, they are described as trans isomer. അതായത് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് ഒരേപോലത്തെ ആൾക്കാർ ഒരേ സൈഡിൽ വന്നാൽ സിസ് ഐസോമർ എന്ന് പറയുന്നു, ഒരേപോലത്തെ ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസ് ഐസോമർ എന്ന് പറയുന്നത്, അത്രയേ ഉള്ളൂ. ഇനി ഏതൊക്കെ ടൈപ്പ് ഐസോമർ ആണ് സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. വീണ്ടും ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. സിസ് ട്രാൻസ് ഐസോമറിസം is shown by heteroleptic complex. Heteroleptic complex എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒറ്റ ടൈപ്പ് ലിഗാൻഡേ കാണത്തുള്ളൂ. ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് ടൈപ്പ് ലിഗാൻഡ് കാണും എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലേ? അപ്പം ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താ? ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സാമ്പിൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. CONH3 4 times Cl2 വെളിയിൽ ഒരു Cl, കണ്ടോ? ഇതൊരു ഹെറ്ററോ, കണ്ടോ? രണ്ട് ടൈപ്പ് ലിഗാൻഡാ. ഇതുണ്ട്, ഇതും NH3 ഇവിടെ ഒരു ലിഗാൻഡ് ആണ്, Cl ഇവിടെ ഒരു ലിഗാൻഡ് ആണ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രണ്ടിലധികമോ ടൈപ്പ് ഓഫ് ലിഗാൻഡ് ഉണ്ടെങ്കിൽ അത് ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയും. അപ്പൊ ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് മാത്രമേ എന്ത് കാണിക്കത്തുള്ളൂ? സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കത്തുള്ളൂ. ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് കാണിക്കത്തില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരേപോലുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പം നമുക്ക് എങ്ങനെ മനസ്സിലാവും ഒരേപോലത്തെ ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡ് വന്നാണോ സെയിം സൈഡിൽ വന്നാണോ നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല, കാരണം എല്ലാം ഒരേ ടൈപ്പ് ലിഗാൻഡ് ആയിരിക്കും. അങ്ങനെ നമുക്ക് സിസ് ട്രാൻസ് ഐസോമറിസം ഫോം ചെയ്യാൻ പറ്റൂല, അതാണ് അത് പറയുന്നത്. ഇനി ജനറലി ഈ കോർഡിനേഷൻ കോംപ്ലക്സിൽ രണ്ട് ടൈപ്പ് ഷേപ്പാണ് പഠിച്ചത്. കുറെ ടൈപ്പ് ഷേപ്പ് പഠിക്കാനുണ്ട്, നമുക്ക് ജനറലി രണ്ടെണ്ണം പഠിക്കാനുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഓക്കെ. അപ്പം അതില് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഈ അതായത് സ്ക്വയർ പ്ലെയിനാർ ഷേപ്പ് ആണ്. പിന്നെ ഒക്ടാഹൈഡ്രൽ ഷേപ്പ് എന്ന് പറയും. ജനറലി കുറെ ടൈപ്പ് ഷേപ്പ് ഉണ്ടെങ്കിലും ജനറലി രണ്ട് ഷേപ്പാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഒന്ന് സ്ക്വയർ പ്ലെയിനാറും ഒന്ന് എന്താണ് ഇതും എന്താ ഒക്ടാഹൈഡ്രലും. അപ്പൊ ഷേപ്പ് എങ്ങനെയാണെന്ന് നിങ്ങൾ 3 ഡയമെൻഷണൽ മനസ്സിലാക്കണം. 2 ഡയമെൻഷണൽ ഫിഗേഴ്സ് ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. ഞാൻ പക്ഷേ 3 ഡയമെൻഷനിൽ വെച്ച് പഠിപ്പിച്ചിട്ടായിരിക്കും 2 ഡയമെൻഷനിൽ വരയ്ക്കുന്നത്. നിങ്ങളുടെ സ്കൂളിലൊക്കെ
ടു ഡയമെൻഷനിൽ വെച്ച് തന്നെയായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം. അപ്പം നമ്മൾ ഈ സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കുന്ന ആൾക്കാർ ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് ആയിട്ടുള്ള ആൾക്കാരാന്ന് പറഞ്ഞു. ഇനിയും ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സുകളിൽ ഏതൊക്കെ ആൾക്കാരാണ് സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്ത ഡോട്ട് ഇട്ടിട്ട് എഴുതുക. സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ് of type MA2B2 and MABCD shows MABCD എന്ന് പറയുമ്പോഴത്തേക്കും M സെൻട്രൽ മെറ്റൽ ആറ്റം ആണ്. അത് ഞാൻ പറഞ്ഞു തരാം, ഇച്ചിരി ക്യാപിറ്റൽ ആയിട്ട് എഴുതണം. MABCD shows cis trans isomerism where M is the central metal atom. A, B, C, D are ligands. A, B, C, D are ligands. ഇനിയും ഈ സ്ക്വയർ പ്ലെയിനാർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചർ? നിങ്ങളൊരു ക്യാരം ബോർഡ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഒരു ക്യാരം ബോർഡ് എങ്ങനെയായിരിക്കുന്നത്? ഞാൻ 3 ഡയമെൻഷനിൽ ഒരു ക്യാരം ബോർഡ് വരയ്ക്കുവാണെങ്കിൽ ക്യാരം ബോർഡ് തന്നെ ഇങ്ങനെ ആയിരിക്കുന്നത് അല്ലേ? ക്യാരം ബോർഡിന്റെ നടുക്കായിട്ട് ഒരു റെഡ് സ്പോട്ട് ഉണ്ട്, അവിടെയാണ് നമ്മൾ റെഡ് കോയിൻ വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ എന്താ, ഇവിടെ ഒരു കുഴിയുണ്ട്, ഇവിടെ ഒരു കുഴിയുണ്ട്, ഇവിടെ ഒരു കുഴിയുണ്ട്, ഇവിടെ ഒരു കുഴിയുണ്ട്, അങ്ങനെയാണല്ലോ. അപ്പം ഈ ക്യാരം ബോർഡിന്റെ 4 കുഴിയിലോട്ടും 4 വരകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 4 വരകൾ ഇങ്ങനെ ഉണ്ടാവും ഇല്ല? അവിടെ വരെ ടച്ച് ചെയ്യത്തില്ല, 4 വരകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഈ സ്ക്വയർ പ്ലെയിനാർ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ ക്യാരം ബോർഡിന്റെ ഷേപ്പ് ആണെന്ന് വിചാരിച്ചാൽ മതി. അതായത് ഈ ചുമന്ന ആ ഒരു മാർക്ക് ഉള്ളിടത്താണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ വരുന്നത് M. ബാക്കിയുള്ള 4 കുഴിയിലും 4 ലിഗാൻഡാ വരുന്നത്. ആ 4 ലിഗാൻഡിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് കണക്ട് ചെയ്യുന്ന ബോണ്ടുകളാണ് ഈ വര 1, 2, 3, 4. പക്ഷെ ഇത് നമ്മൾ സ്ട്രക്ചർ വൈസ് നമ്മൾ 2 ഡയമെൻഷനിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. എന്താ, ഒരു മെറ്റൽ ഇവിടെ വരുന്നു, ഒരു മെറ്റൽ ഇവിടെ വരുന്നു, ഇങ്ങനെ ഇവിടെ 4 ലിഗാൻഡ്. എന്നിട്ട് നമ്മൾ അത് സ്ക്വയർ പ്ലെയിനാർ ആണ് കാണിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ അതായത് ഒന്നെങ്കിൽ ഇങ്ങനെയാണ് ശരിക്കും ഇടുന്നത്. ചില സ്കൂളുകളിൽ ഇനിയിപ്പോൾ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് വന്ന ഓർത്തോമയെ പഠിപ്പിച്ചത് ഇത് ഇങ്ങനെ ഇട്ട് വരയ്ക്കുവാന്നാ പറഞ്ഞത്, ഒരു ബോക്സ് പോലെ. എങ്ങനെ വേണം വരയ്ക്കാം, ഞാൻ ഡോട്ടഡ് ഇട്ടാണ് വരയ്ക്കുന്നത്. ഇത് 2 ഡയമെൻഷണൽ പിക്ചർ ആണ്, ഇത് 3 ഡയമെൻഷണൽ പിക്ചർ ആണ്. ഇത് വെച്ചിട്ടല്ല പരീക്ഷയ്ക്ക് വരയ്ക്കേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. വരയ്ക്കുമ്പോൾ ഇത് തന്നെ വരയ്ക്കണം. ഇതാണ് സ്ക്വയർ പ്ലെയിനാർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാരം ബോർഡ് മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, ഇനി അതേപോലെ തന്നെ അതായത് സ്ക്വയർ പ്ലെയിനാറിൽ MA2B2 എന്ന് പറയുമ്പോൾ ലിഗാൻഡ് ആണ്. അതേപോലെ MABCD അതും ലിഗാൻഡ് ആണ്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സുകളിൽ, അതായത് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് of type MA2B4 and MA2LL twice. ഈ LL എന്ന് പറയുമ്പോൾ ഡൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഡൈഡൻഡേറ്റ് ലിഗാൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അറ്റ് എ ടൈം സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് 2 ബോണ്ട് അവർക്ക് ഉണ്ടാവും. ഒരു മോളിക്കൂളിന് 2 ബോണ്ട് ഉണ്ടാവും സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട്. ഓക്കെ, അപ്പം ഷോസ് സിസ് ട്രാൻസ് ഐസോമെറിസം. ഇനി ഇതിന്റെ ഓരോ എക്സാമ്പിളും പറഞ്ഞ് നമുക്ക് ആ പടം വരച്ചു നോക്കാം. ഈ LL2 എന്നുള്ളത് ഡൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. LL എന്ന് പറയുന്നത് ഡൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്. എക്സാമ്പിൾ EN എഥിലീൻ ഡയമീൻ ഇല്ലേ, അത് എക്സാമ്പിൾ.
ഓക്കെ, ഇനി നമ്മൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഓരോ, അതായത് MA2B2 MA2B4 ഇങ്ങനെയൊക്കെ ഓരോന്നും നമ്മൾ പറയത്തില്ലേ, അപ്പൊ അത് നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കോണം. ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ പറയാൻ പോകുന്നത് MA2B2 ആണ്. MA2B2 എന്ന് എക്സാമ്പിൾ കൊടുക്കുന്നത് പ്ലാറ്റിനം NH3 ട്വൈസ് Cl2. കണ്ടോ, ഇതാണ് നമ്മുടെ നമ്മളിപ്പം വരയ്ക്കാൻ പോകുന്ന കോർഡിനേഷൻ എന്താണ്, കോമ്പൗണ്ട്. അപ്പൊ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്ത് നിങ്ങൾ MA2B2 സ്ക്വയർ പ്ലെയിനാർ ആണ്. സ്ക്വയർ പ്ലെയിനാർ ഷേപ്പ് എങ്ങനെ ഇരിക്കും എന്നാ പറഞ്ഞത്, ക്യാരം ബോർഡ് പോലെ 3 ഡയമെൻഷനിൽ വരയ്ക്കുവാണെങ്കിൽ കണ്ടോ ഇങ്ങനെ ക്യാരം ബോർഡ് പോലെ ഇരിക്കും. സെന്ററിൽ കണ്ടോ ഇവിടാണ് പ്ലാറ്റിനം വരുന്നത്. ഇവിടെ നോക്കിയോ, ഇവിടെ 4 ബോണ്ടാണ്, 4 സൈഡിലോട്ടും 4 ബോണ്ടാണ്, 4 ലിഗാൻഡ്. നമുക്കറിയാം സിസ് വരയ്ക്കണമെങ്കിൽ എങ്ങനെയാ വരയ്ക്കേണ്ടത്, സിസ് വരയ്ക്കണമെങ്കിൽ ഒരേപോലുള്ള ആൾക്കാർ ഒരേ സൈഡിൽ വരണം. അപ്പം ഞാൻ ഒരു NH3 2 NH3 ഉണ്ട്, ഒരു NH3 ഇവിടെയും ഒരു NH3 ഇവിടെയും വരയ്ക്കുന്നു, ഒരു ക്ലോറിൻ ഇവിടെയും ഒരു ക്ലോറിൻ ഇവിടെയും വരയ്ക്കുന്നു. കണ്ടോ, കഴിഞ്ഞു. ഇത് 2 ഡയമെൻഷനിൽ എങ്ങനെ വരയ്ക്കും, PT ഇവിടെ 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 ഒരു NH3, ഇവിടെ ഒരു NH3, ഇവിടെ ഒരു NH3, അല്ല സോറി, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl, എന്നിട്ട് ദാണ്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ. അത് ഒരു സ്ക്വയർ പ്ലെയിനാർ ആണെന്ന് കാണിക്കാൻ വേണ്ടി. കണ്ടോ, ഇത് 3 ഡയമെൻഷനിൽ ഇങ്ങനെ വരച്ചാലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ വരയ്ക്കുന്നതിലും സെയിം ആൾക്കാർ ഒരേ സൈഡിൽ വന്നല്ലോ. ഓക്കെ, ഇത് സിസ് ആണ്, ഇത് സിസ് ഐസോമർ ആണ്, ഐസോമർ ആണ്. ട്രാൻസ് വരയ്ക്കുമ്പോൾ വീണ്ടും ഞാൻ 3 ഡയമെൻഷനിൽ തന്നെ വരച്ച് കാണിക്കാം. ഇവിടെയാണ് നമ്മുടെ പ്ലാറ്റിനം, 4 ബോണ്ട് 4 മൂലയ്ക്കോട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ സെയിം ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ വരണം. അപ്പൊ ഒരു NH3 ഇവിടെ ഓൾറെഡി ഉണ്ട്, അടുത്ത NH3 ഇവിടെ വന്നു, ഇവിടെ Cl, ഇവിടെ Cl. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെന്ന് എഴുതാം, PT, ഇവിടെ NH3, ഇവിടെ NH3 അല്ലേ, ഇവിടെ Cl, ഇവിടെ Cl. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ ബോക്സ് പോലെ ഇടുക. ഇത് ട്രാൻസ് ഐസോമർ. ഈ 3 ഡയമെൻഷനിൽ നിങ്ങൾക്ക് സൈഡിൽ റഫായിട്ട് വരച്ച് 3 ഡയമെൻഷൻ വരയ്ക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ വരച്ച പോലെ തന്നെ വരയ്ക്കണം. അല്ലാതെ ഇങ്ങനെ തന്നെ ഇവിടെ വരച്ചു വെക്കല്ലേ, ഇച്ചിരി ചരിച്ച്. കണ്ടോ, 2 പാരൽ തന്നെ ഇങ്ങനെ കൊടുത്താൽ മതി. 2 ലൈൻ പാരലായിട്ട് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇത് രണ്ടെണ്ണം ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പൊ അത് 3 ഡയമെൻഷണൽ കൺസെപ്റ്റ് ആയി. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വരയ്ക്കാനാണെങ്കിൽ പിന്നെ 3 ഡയമെൻഷൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഇത് ക്യാരം ബോർഡിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു പടമാണിത്. ഇത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള പടം. ഓക്കെ, എന്നും കരുതിയാൽ മതി. ഇനിയും അടുത്ത എക്സാമ്പിൾ ഇത് വരച്ചു എന്ന് വിശ്വസിക്കുന്നു. വരച്ചില്ലെങ്കിൽ എന്നോട് പറയാ. അടുത്തത് പറയാൻ പോവാണ്. അടുത്തത് MABCD. അടുത്തത് MABCD ടൈപ്പ് ആണ്. അതിന് നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നത് PT, NH3, Cl, NO2, PY. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം, നേരത്തെ രണ്ട് ആളുള്ളപ്പം ഒരാൾ ഒരേപോലത്തെ ആൾക്കാർ ഒരു സൈഡിൽ വന്നു, ഒരേപോലത്തെ ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡ് വന്നെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ എല്ലാം ഡിഫറെന്റ് ആൾക്കാരാ. ഇവിടെ എങ്ങനെ നമുക്ക് സെയിം ആൾക്കാർ ഓപ്പോസിറ്റ് സെയിം സൈഡിൽ വന്നു, അല്ലെ ഒരേപോലത്തെ ആൾക്കാർ സെയിം സൈഡിൽ വന്നു, ഒരേപോലത്തെ ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഞാൻ പറയുന്ന പോലെ കൺസിഡർ ചെയ്യണം. പ്ലാറ്റിനം, അതായത് നമ്മൾ ഇങ്ങനെ വരച്ചല്ലോ, അതായത് 3 ഡയമെൻഷനിൽ. ഇനി 3 ഡയമെൻഷനിൽ വരയ്ക്കുന്നില്ല, ഓൾറെഡി നമ്മൾ മോളിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം പ്ലാറ്റിനം സെന്ററിൽ വരച്ചു, എന്നിട്ട് ഈ ഓർഡറിൽ തന്നെ വരച്ചോണം. നോക്കിക്കോളൂ, ആദ്യത്തേത് NH3 ഇവിടെ ഫിക്സ് ചെയ്തു, അടുത്തത് Cl ആണ്, Cl ഇവിടെ ഫിക്സ് ചെയ്തു, അടുത്തത് NO2 ഇവിടെ ഫിക്സ് ചെയ്തു, അടുത്തത് PY ഇവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ബോക്സ് ഇട്ടു. എന്നിട്ട് ഇവനെ നമ്മൾ എന്ത് വിളിച്ചെന്നറിയാമോ, ഇവനെ നമ്മൾ സിസ് ഐസോമർ എന്ന് വിളിക്കുകയാണ്. സിസ് ഐസോമർ ഇതിനെ താഴോട്ട് വരയ്ക്കാമേ. സിസ് ഐസോമർ എന്ന് വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാന്നറിയാമോ, അടുത്തത് പ്ലാറ്റിനം. എന്നിട്ട് ഞാൻ ഈ NH3 അവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാരെയും കസേര കളിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഇവൻ ഇവിടെ വരുന്നു, ഇവൻ ഇവിടെ പോന്നു, ഇവൻ ഇവിടെ വരുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ കസേര കളിപ്പിക്കാനായിട്ട് പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ക്ലോറിൻ തന്നെ ഇവിടെ പോവും, NO2 ഇവിടെ വരും, PY ഇവിടെ വരും. കണ്ടോ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബോക്സ് പോലെ ഞാൻ ഇങ്ങനെ കൃത്യമായിട്ട് വരച്ചു. ഇവനെ ട്രാൻസ് എന്ന് വിളിച്ചു.
വീണ്ടും എന്താണ് ഇവനെ ഇങ്ങോട്ടും ഇവനെ ഇങ്ങോട്ടും ഇവനെ ഇങ്ങോട്ടും ആക്കാൻ പോവാണ്. വീണ്ടും കസേര കളിപ്പിക്കുകയാണ്. NH3 ഫിക്സ് ചെയ്ത് വെച്ചിട്ട് PT NH3 ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അടുത്ത ഇവിടെ NO2 വരും, ഇവിടെ PY വരും, PY വരും, ഇവിടെ Cl വരും. ബോക്സ് ഇട്ടു. എന്താണ് സ്ക്വയർ പ്ലെയിനർ ആണ് കാണിച്ചു. ഓക്കെ, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കണം, ആദ്യത്തെ പിക്ചറിനകത്ത് NH3യും Clഉം ഒരേ സൈഡിൽ വന്നു. അതിനെ ഞാൻ സെയിം ആറ്റങ്ങൾ സെയിം സൈഡിൽ വന്നതായിട്ട് അങ്ങ് എടുത്തു. പിന്നീട് അങ്ങനെ ആ ഏത് ഫിഗറിനകത്ത് വന്നെന്ന് പറഞ്ഞാലും അതെല്ലാം സിസ് ഐസോമർ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഈ സൈഡിൽ തന്നെയാണ് NHഉം Clഉം വന്നിരിക്കുന്നത്. അപ്പൊ ഇതും എന്ത് തന്നെയാ? ഇതും സിസ് ഐസോമർ ആണ്. ഇവിടെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത എന്താണ് NH3യും Clഉം ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പൊ അതെന്താ? അത് ട്രാൻസ്. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സിസ് ട്രാൻസ് ഐസോമർ കണ്ടുപിടിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇച്ചിരി പാടാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ. വരച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിലോട്ട് പോവാണ്. ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നില്ലായിരുന്നു, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നോക്കിയോ, MA2B4 ഇത് ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ്. അതിനകത്ത് ഞാൻ എക്സാമ്പിൾ എടുക്കുന്ന ഏതാണെന്നറിയാമോ? CONH3 4 ടൈംസ് Cl2. ഇത് കോംപ്ലക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അയോൺ ആയിട്ട് ബ്രാക്കറ്റ് മാത്രം തന്നു, അതിന്റെ വെളിയിൽ ആരും തന്നില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പം Mg2+ Cl1- ഇത് ചേരുമ്പോഴാണ് MgCl2 വരുന്നത്. ഇത് കംപ്ലീറ്റ് കോമ്പൗണ്ട് ആണ്. എന്നാൽ Mg2+ മാത്രം തന്നു കഴിഞ്ഞാൽ ഇതൊരു അയോണാണ്. അതേപോലെ തന്നെ ബ്രാക്കറ്റിനകത്തുള്ള ആളിനെ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ അവനെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയില്ല, കോർഡിനേഷൻ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്, പക്ഷെ അവന്റെ കൂടെ വേറൊരാളൂടെ ചേരുമ്പോഴാണ് കംപ്ലീറ്റ് കോമ്പൗണ്ട് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ കോംപ്ലക്സ് ആണ്. അപ്പൊ ഇനി ഒക്ടാഹൈഡ്രൽ ഷേപ്പ് എങ്ങനെ ആയിരിക്കുന്നത് എന്ന് പറയാം. അതായത് നിങ്ങൾ നേരത്തെ ക്യാരം ബോർഡ് വരച്ചില്ലായിരുന്നോ? വേണ്ട, ക്യാരം ബോർഡ് നിങ്ങൾ ഇങ്ങനെ വരച്ചു അല്ലേ? ക്യാരം ബോർഡ് നിങ്ങൾ വരച്ചു. ഓക്കെ, എന്നിട്ട് ആ ക്യാരം ബോർഡ് നിങ്ങൾ സെന്ററിൽ മെറ്റൽ ആറ്റം കൊടുത്തു. ഓക്കെ, എന്നിട്ട് 4 സൈഡിലും കണ്ടോ, 4 കുഴിയിലും 4 ലിഗാൻഡ് ആണ്. 4 കുഴിയിലും 4 ലിഗാൻഡ്. ഇതെല്ലാം സ്ക്വയർ പ്ലെയിനറിന്റെ പോലെ. പക്ഷെ ഇവിടെ 6 ബോണ്ട് വരും. നിങ്ങൾ നോക്കിയേ, ഇവിടെ 4 എണ്ണം, ഇവിടെ 2 എണ്ണം, 4 × 6 ബോണ്ട് വരും. അതിൽ ഒരെണ്ണം മോളിലോട്ടും ഒരെണ്ണം ഇതിന്റെ താഴെയുമാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ശരിക്കും ഒക്ടാഹൈഡ്രൽ ഷേപ്പ് ഇരിക്കുന്നത്. അത് ഒക്ട എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ കണ്ടോ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ പുറകിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഈ സൈഡിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഓൾറെഡി ഫ്രണ്ടിൽ ഒരു ട്രയാങ്കിൾ. ഇതേപോലെ തന്നെ താഴെയും 4 ട്രയാങ്കിൾ ഫോം ചെയ്യത്തില്ലേ? അങ്ങനെയാണത് ഒക്ട, 8 ട്രയാങ്കുലർ ഷേപ്പ് ഒക്ടാഹൈഡ്രൽ ആയിട്ട് മാറിയത്. ഓക്കെ, ഇതാണ് ഒക്ടാഹൈഡ്രൽ ഷേപ്പ്. ഇതിന്റെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് ആണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് അത് എന്താന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, 3 ഡയമെൻഷനലി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് നോക്കാം. ഇവിടെ CO, അതായത് CO സെൻട്രൽ ആറ്റം. CO ഇതല്ല വരയ്ക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് റഫായിട്ട് നിങ്ങൾ സൈഡിലോട്ട് 3 ഡയമെൻഷണൽ കൺസെപ്റ്റ് വരച്ചിട്ടോ, എന്നാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. സിയോടെ 4 ബോണ്ട് ഇവിടെ. ഓക്കെ, മോളില് എന്താ 2 ബോണ്ട്. ഓക്കെ ആണല്ലോ. ഇനിയും സിസ് ഐസോമറ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? ഒരേപോലത്തെ ആൾക്കാർ ഒരേ സൈഡിൽ വരണം. അപ്പൊ ഇവിടെ ഞാൻ നോക്കിയേ, ഇവിടെ ഞാൻ NH3 ഇടുകയാണ്, ഇവിടെയും NH3 ഇടുകയാണ്, ഇവിടെയും NH3 ഇടുകയാണ്. ഓക്കെ, ഈ സ്ക്വയർ പ്ലെയിനറിന്റെ 3 അഡ്ജസ്റ്റന്റ് സൈഡിൽ NH3 വന്നു. ഈ താഴത്തേതിലും NH3 ഇടുകയാണ്. ക്ലോറിൻ 2 ഇവിടെ ഇടാണ്. ക്ലോറിൻ 2 എണ്ണം, ഒരു ക്ലോറിൻ ഇവിടെ വരും കേട്ടോ. അപ്പൊ ക്ലോറിനും അടുത്ത് വന്നു, NH3 എല്ലാം അടുത്ത് വന്നു, സെയിം സൈഡിൽ വന്നു. ഇതെന്താ സിസ്? ഇതെങ്ങനെ മറ്റേ 2 ഡയമെൻഷനിൽ വരയ്ക്കും? പിന്നെ ഇങ്ങനെ വരയ്ക്കണം. CO 1 2 3 4, ഇവിടെ NH3, ഇവിടെ NH3, ഇവിടെ NH3, അല്ല സോറി, അവിടെ NH3 അല്ലായിരുന്നല്ലോ. ഇവിടെ എന്താണ്, ഇവിടെ NH3 കണ്ടോ, 4 ഇതായി. ഇവിടെ ഒരു ക്ലോറിൻ. എന്നിട്ട് നിങ്ങൾ സ്ക്വയർ പ്ലെയിനാറിന്റെ ഷേപ്പ് തന്നെ ഇങ്ങനെ
ഇങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഒരു ബോണ്ട് മുകളിൽ കൂടെ വരയ്ക്കണം കേട്ടോ. അതായത് മുകളിൽ കൂടെ ഉള്ള ബോണ്ട് ഇങ്ങനെ മുകളിൽ കൂടെ, അത് സി എൽ ഇടണം. എന്നിട്ട് ഒരു ബോണ്ട് വേണ്ട ഇവിടെ കൂടെ സ്റ്റാർട്ട് ചെയ്യല്ലേ, വേണ്ട ഈ സ്ക്വയർ നിങ്ങൾ വരച്ച ബോക്സിന്റെ താഴെ കൂടെ സ്റ്റാർട്ട് ചെയ്യാവും. ഇതാണ് സി എൽ. ഓക്കെ ആണല്ലോ, ഇങ്ങനെ വരയ്ക്കാവും. ഇതാണ് അതിന്റെ ഷേപ്പ്. ഓക്കെ ആണല്ലോ, ഇതാണ് സിസ് ഐസോമർ. ഇതാണ് സിസ് ഐസോമർ. ഓക്കെ, ഇതിന്റെ ട്രാൻസ് വരയ്ക്കുമ്പോൾ എന്ത് വരും അറിയോ? ഒരേപോലുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ വരുമെന്നാണ് പറഞ്ഞത്. അതെങ്ങനെ നമുക്ക് എഴുതാം നോക്കി. ഒരേപോലുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ എങ്ങനെ വരുന്നത്? നമുക്ക് നേരത്തെ പോലെ തന്നെ എന്താ, നമുക്ക് 3 ഡയമെൻഷനിൽ തന്നെ വരച്ചിട്ട് അതിന്റെ 2 ഡയമെൻഷനിൽ വരയ്ക്കാം. നോക്കിയോ, അതായത് ഇവിടെ കൊബാൾട്ട് 1 2 3 4, ഇവിടെ 1 ഇവിടെ 1, ഒരേപോലുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു. നേരത്തെ NH3 ഇവിടെ ആയിരുന്നു, ഇവിടെ ഒരു NH3 ഉണ്ടായിരുന്നു, ഇവിടെ ഒരു NH3 ഉണ്ടായിരുന്നു. ഞാൻ ഇവിടത്തെ NH3 പിടിച്ച് ഇവിടെ ഇട്ടു, എന്നിട്ട് അവിടത്തെ ക്ലോറിനെ പിടിച്ച് ഇവിടെ ഇട്ടു. ഇവിടെ ക്ലോറിനെ ഇപ്പൊ നോക്കി, ക്ലോറിനും ഓപ്പോസിറ്റ്. നേരത്തെ സെയിം പൊസിഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലായി ഇല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ ഇവിടെ വരയ്ക്കാം? ശരിക്കും ഇത് 2 ഡയമെൻഷനിലാണ്, 3 ഡയമെൻഷനിലാണ് കേട്ടോ. ഇതല്ല പരീക്ഷയ്ക്ക് വരയ്ക്കേണ്ടത്, പരീക്ഷയ്ക്ക് ഇതാ വരയ്ക്കേണ്ടത്. അപ്പൊ എന്ത് വരയ്ക്കാം? ഇവിടെ ഒരു CO, ഇവിടെ 1 2 3 4, ഇവിടെ ഒരു NH3 വരുന്നു, ഇവിടെ ഒരു NH3 വരുന്നു, ഇവിടെ ഒരു NH3 വരുന്നു, ഇവിടെ ഒരു NH3 വരുന്നു. ബോക്സ് ഇടുന്നു, സ്ക്വയർ പ്ലെയിനാറായി. ഇനി മുകളിലത്തെ ഒരെണ്ണം CL വരുന്നു, താഴത്തെ ഒരെണ്ണം CL വരുന്നു. ഇതാണ് ട്രാൻസ്. എന്നിട്ട് വേറൊരു കാര്യം കൂടി ഇടാൻ മറന്നുപോയി. ഇവിടെ കോംപ്ലക്സ് ആണല്ലോ തന്നിരിക്കുന്നത്. കോംപ്ലക്സ് ആണ് തന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഒരു പ്ലസ് ഇടണം. ഇവിടെയും അതേപോലെ തന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ആ പ്ലസ് ഇടണം. എന്നാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ, അല്ലെ മാർക്ക് കിട്ടത്തില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഈ 3 ഡയമെൻഷൻ 2 ഡയമെൻഷൻ വരച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയാ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് MA2LL2 ആ, MA2LL2. ഓക്കെ, ഈ ഡൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്. ഇത് അടുത്ത എക്സാമ്പിൾ ആണ്, അതിനകത്ത് നമുക്ക് COCl2En ട്വൈസ് ഇത് നമുക്ക് എടുക്കാം. അപ്പം ഇത്, അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ 4 എണ്ണം അല്ലേ ഉള്ളൂ, 4 ബോണ്ട് ഉള്ളൂ. ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ 6 ബോണ്ട് വരണം. 6 ബോണ്ട് ഉണ്ട്. ഒരു EN 2 ബോണ്ട് ഉണ്ട്. അപ്പൊ 2 EN 4 ബോണ്ട്, അങ്ങനെ മൊത്തം 4 × 6 ബോണ്ട്. അപ്പൊ അതിന്റെ 3 ഡയമെൻഷനിൽ ആദ്യം വരച്ച് പഠിക്കണം. മനസ്സിലാകണമെങ്കിൽ 3 ഡയമെൻഷനിൽ വരച്ച് പഠിച്ചാലേ പറ്റുള്ളൂ. കാരണം ഇനി അടുത്തത് നമുക്ക് എന്താണ്, ഒപ്റ്റിക്കൽ ഐസോമറിസം വരുന്ന സമയത്ത് 3 ഡയമെൻഷനിൽ വരച്ചാലേ അതിന്റെയൊക്കെ ഒപ്റ്റിക്കൽ ഐസോമർ വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ഈ 3 ഡയമെൻഷനിൽ വരച്ച് കാണിച്ചു തരുന്നത്. അപ്പം ഒക്ടാഹൈഡ്രൽ എന്ന് പറയുമ്പോൾ 4 ബോണ്ടായി, മുകളിൽ ഒരു ബോണ്ട്, താഴെ ഒരു ബോണ്ട്. ഓക്കെ, അപ്പം സെയിം ടൈപ്പ് ആള് സെയിം സൈഡിൽ വരണം. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ ഞാൻ ഒരു 2 ക്ലോറിൻ ഉണ്ട്, ഒരു ക്ലോറിൻ ഇവിടെയും ഒരു ക്ലോറിൻ ഇവിടെയും കൊടുത്തു, സെയിം സൈഡിൽ വന്നു. എന്നിട്ട് ഇവിടെ ഒരു EN കൊടുത്തു, എന്നിട്ട് ഇവിടെയും ഒരു EN കൊടുത്തു. അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെ അങ്ങനെ വരുന്നതെന്ന്. നമുക്കറിയാലോ, EN സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് 2 ബോണ്ട് ഉണ്ട്. അപ്പൊ EN തന്നെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ ആക്കി. അതേപോലെ ഈ ബോണ്ട് കണ്ടോ, EN കണ്ടോ. അപ്പൊ ഈ EN 2 ബോണ്ട് സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ കണ്ടോ, ഇത് 2 ഡയമെൻഷനിൽ വരയ്ക്കുമ്പോൾ, ഇത് 3 ഡയമെൻഷനിൽ വരച്ചിരിക്കുന്നത്. 2 ഡയമെൻഷനിൽ വരച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരേണ്ടത്. അതായത് CO ഇവിടെ വരുന്നത്, CO ആണ്, CO ഇവിടെ വരുന്നു. എന്നിട്ട് ഒരെണ്ണം തന്നെ ഇവിടെ, ഇത് CL, ഇതെന്താ, ഇത് CL. അടുത്തത് ഇങ്ങനെ വരയ്ക്കേണ്ടത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇവിടെ ഇങ്ങനെ EN, അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ EN. ഇങ്ങനെയാണ് ഞാൻ ആദ്യം നിങ്ങളെ വരച്ച് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്താ വരച്ച് വെച്ചിരിക്കുന്നതെന്ന്. ഇങ്ങനെ ഇപ്പൊ വരച്ചത് കൊണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഓക്കെ, ഇത് അതിന്റെ സിസ ഒരേപോലുള്ള ആൾക്കാർ ഒരു സൈഡിൽ വന്നു. ഇനി ഇതിന് ട്രാൻസ് എങ്ങനെ വരയ്ക്കുമെന്ന് അറിയാമോ? ഇതിന് ട്രാൻസ് വരയ്ക്കാൻ വേണ്ടി സെയിം ആൾക്കാരെ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്താൽ മതി. ഇങ്ങനെ, അതായത് 3 ഡയമെൻഷനിൽ ആദ്യം വരയ്ക്കാം. 3 ഡയമെൻഷനിൽ ആദ്യം വരയ്ക്കുന്ന സമയത്ത് നോക്കിക്കോളൂ, ഇവിടെ CO ആണ്, 4 ബോണ്ട് ഇവിടെ ഉണ്ട്. ഇതിനെ നേരെ കൊണ്ട് എന്താണ് ENA-ലോട്ട് കൊടുത്തു. ഇതിനെ നേരെ കൊണ്ട് ENA-ലോട്ട് കൊടുത്തു. ഇവിടെ ഒരു CL, ഇവിടെ ഒരു CL. കേട്ടോ, സെയിം ആൾക്കാരെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. ഓക്കെ, അപ്പൊ അതിന്റെ എന്താ 2 ഡയമെൻഷനിൽ എങ്ങനെ വരയ്ക്കും? ഒന്നും വരയ്ക്കേണ്ട, അതിന്റെ CO വരയ്ക്കുക. ഇങ്ങനെ ഒരു പൂമ്പാറ്റയുടെ ചിറക് പോലെ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെയും പൂമ്പാറ്റയുടെ ചിറക് പോലെ ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇനി ഇവിടെ ഒരു CL കൊടുക്കുക, ഇവിടെ ഒരു CL കൊടുക്കുക. കഴിഞ്ഞു പരിപാടി. ഇത് ട്രാൻസ്. ഈ 3 ഡയമെൻഷണൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അറിയത്തില്ലെങ്കിൽ എന്നോട് തുറന്ന് ചോദിക്കണം, മിണ്ടാതെ ഇരിക്കരുത് ദയവ് ചെയ്ത്. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഐസോമറിസം ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. ഐസോമറിസത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ ഐസോമറിസം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സിസ് ട്രാൻസ് ഐസോമറിസത്തിന്റെ വിവിധ കൺസെപ്റ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജോമെട്രിക്കൽ ഐസോമറിസത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചപ്പോൾ ആദ്യത്തെ സിസ് ട്രാൻസ് ഐസോമറിസും രണ്ടാമത്തേത് ഫേഷ്യൽ മെറിഡിയോണൽ ഐസോമറിസവും ആയിരുന്നു. അപ്പൊ ഇനിയിപ്പോ അടുത്തത് അതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, ഫേഷ്യൽ മെറിഡിയോണൽ. അതായത് ഡോട്ട് ഇടുക, ഡോട്ട് ആയിരുന്നു നമ്മൾ സിസ് ട്രാൻസിന് വിട്ടത്, ഇവിടെ നമ്മൾ ഡോട്ട് ഇടുകയാണ്. ഫേഷ്യൽ മെറിഡിയോണൽ, യൂഷ്വലി ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ് ഈ ഫേഷ്യൽ മെറിഡിയോണൽ ഐസോമറിസം കാണിക്കുന്നത്. ആ ഒക്ടാഹൈഡ്രൽ എന്താണ് കോംപ്ലക്സിന്റെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് മാത്രമാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ഓഫ് ടൈപ്പ് MA3B3 shows എന്താണ് ഫേഷ്യൽ മെറിഡിയോണൽ ഐസോമറിസം. ഫേഷ്യൽ മെറിഡിയോണൽ ഐസോമറിസം. അപ്പം അതിന് MA3B3 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തേത് MA2B4 ആയിരുന്നു, അതും 6 ഉണ്ട്. അതേപോലെ MA2LL2, അപ്പം LL2 എന്ന് പറയുമ്പോൾ അതും എന്താണ് 6 ഉണ്ട് ഇല്ലേ, അതും 6 ഉണ്ട്. ഒരു സെക്കൻഡ് നിങ്ങളെ. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ട് ഒരു എക്സാമ്പിൾ ചെയ്യാൻ പോവാണ്. എക്സാമ്പിൾ CONH3 ത്രൈസ്, NO2 ത്രൈസ്. കണ്ടോ, ഇപ്പൊ MA3B3 ആയില്ലേ, കണ്ടോ, A3B3 രണ്ടും A3B3 ആയി, ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, നമുക്ക് ഒരു ഇതിന്റെ 3 ഡയമെൻഷനിൽ ഒന്ന് വരച്ച് കാണിക്കാം. 3 ഡയമെൻഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ 3 ഡയമെൻഷനിൽ എന്റെ കൂടെ വരയ്ക്കണം കേട്ടോ. 3 ഡയമെൻഷനിൽ പരീക്ഷയ്ക്ക് വരയ്ക്കണ്ട, 3 ഡയമെൻഷനിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 3 ഡയമെൻഷനിൽ വരയ്ക്കുക. 3 ഡയമെൻഷനിൽ വരയ്ക്കുമ്പോൾ ചുമ്മാ 2 ഡയമെൻഷൻ പോലെ വരച്ചു വെക്കല്. 2 പാരലൽ ലൈൻ തന്നെ ഇങ്ങനെ അങ്ങ് കൊടുക്കുക ഒരേപോലെ, എന്നിട്ട് ഇവിടെയും അത് തമ്മിൽ കണക്ട് ചെയ്താൽ മതി. ഇതിപ്പം 3 ഡയമെൻഷൻ പോലെ തോന്നും. ഇച്ചിരി വലുതായിട്ട് തന്നെ സൈഡിലോട്ട് അങ്ങ് വരച്ചാൽ മതി. ഓക്കെ, പിന്നെ ഞാൻ എന്താ പറഞ്ഞത്, പിന്നെ ഇത് ഇവിടാണ് സെൻട്രൽ, ഇവിടൂന്ന് ഒരെണ്ണം ഇങ്ങനെ, ഇവിടൂന്ന് താഴെ കണ്ട താഴെട്ടണം. ഇവിടെ 4 ബോണ്ട്, ഇവിടൂന്ന് 1 2 3 4, കണ്ടോ, 4 × 6 ആയി. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തെ ഫേഷ്യൽ ഐസോമർ ആണ് ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ഫേഷ്യൽ ഐസോമർ ആണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. അത് 3 ഡയമെൻഷനിൽ ആദ്യം നോക്കിക്കോ.
ഫേഷ്യൽ ഐസോമറിസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ അല്ലേ? നോക്കിയേ, ഇത് ഒരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്, എല്ലാം ട്രയാങ്കിൾസ് ആണ്. ഞാൻ ഈ ട്രയാങ്കിളിനെയും ഈ താഴത്തെ ട്രയാങ്കിളിനെയുമാണ് എടുക്കാൻ പോകുന്നത്. ഈ രണ്ട് ട്രയാങ്കിളിനെ മാത്രം ഞാൻ എടുക്കാൻ പോകണം, കാരണം എടുക്കുകയാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഈ സ്ട്രക്ചറിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒക്ടാഹൈഡ്രോന്റെ ഒരു ട്രയാങ്കുലർ ഫേസിന്റെ 3 വെർട്ടീസസിൽ സെയിം ലിഗാൻഡ് വന്നാൽ അവർ ഫേഷ്യല. എന്താണ്? ശ്രദ്ധിച്ചോണം. അതായത് ഈ ഒക്ടാഹൈഡ്രന്റെ ട്രയാങ്കുലർ ഫേസിന്റെ 3 വെർട്ടീസസ്, അതായത് ഇപ്പൊ ഇതൊരു ട്രയാങ്കുലർ ഫേസ് ആണെന്ന് വിചാരിച്ചു. ഇതിന്റെ 3 വെർട്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിവിടെ ഒന്നിവിടെയാന്ന് വെച്ചു. ഈ 3 വെർട്ടീസസിൽ ഒരേ ലിഗാൻഡ് വന്നാൽ, ഇപ്പം ഞാൻ NO2 ഇവിടെ കൊടുക്കുന്നു, അല്ലെ പോട്ടെ, എങ്ങനെയല്ലേ NH3 ഇവിടെ കൊടുക്കുന്നു, NH3 ഇവിടെ കൊടുക്കുന്നു, NH3 ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനിയും എത്രയും കൂടെ വരണം നോക്കി. ഇനിയും ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെയും ഒരെണ്ണമുണ്ട്, അല്ലയോ? അവിടെ എന്ത് വരുന്നു? ഇവിടെ ഒരു NO2 വരുന്നു, ഇവിടെ ഒരു NO2 വരുന്നു, ഇവിടെ ഒരു NO2 വരുന്നു. ഓക്കെ, കണ്ടോ? അപ്പൊ ഒക്ടാഹൈഡ്രന്റെ ട്രയാങ്കുലർ ഫേസിൽ, അതായത് ഒക്ടാഹൈഡ്രന്റെ ട്രയാങ്കുലർ ഫേസിന്റെ 3 വെർട്ടീസസിലും ഒരേപോലത്തെ ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ അവൻ ഫേഷ്യൽ ഐസോമർ എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഓർത്തോണം, ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കോണം ഓരോ കാര്യങ്ങൾ. അതായത് ഒക്ടാഹൈഡ്രന് 8 ട്രയാങ്കിൾ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശരിക്കും 2 ട്രയാങ്കിൾ എടുക്കുന്നു, 2 ട്രയാങ്കിൾ ഫേസ് എടുക്കുമ്പോൾ അതിന് 3 വെർട്ടീസസ് കാണും, മറ്റേ ട്രയാങ്കിളിൽ 3 വെർട്ടീസസ്, അങ്ങനെ മൊത്തം 6 വെർട്ടീസസ് നമുക്ക് എടുക്കാം. അപ്പം ഒരു ട്രയാങ്കുലർ ഫേസിന്റെ 3 വെർട്ടീസസിലും സെയിം ലിഗാൻഡ് ആണെങ്കിൽ, അതായത് ഇവിടെ വരയ്ക്കുമ്പോൾ ഇവിടെ NH3, ഇവിടെ NH3, ഇവിടെ NH3, ഇവിടെ NO2, ഇവിടെ NO2, ഇവിടെ NO2. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ട്രയാങ്കിളാ. ഈ ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസിൽ, ഈ 3 വെർട്ടീസസിൽ 3ഉം സെയിം ലിഗാൻഡ്. ഇവിടെ എടുക്കുവാണെങ്കിലും നോക്കിയേ, 3 വെർട്ടീസസിൽ കണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ എടുക്കുവാണെങ്കിലും അവിടെ എന്താ? സെയിം ലിഗാൻഡ് ആണ്. ഇത് 2 ഡയമെൻഷനൽ ആയിട്ട് എങ്ങനെ വരയ്ക്കുമെന്ന് അറിയാമോ? ഇങ്ങനെ CO വരയ്ക്കുന്നു, അതേപോലെ തന്നെ ഇവിടെ 1, 2, 3, 4. ഇത് സ്ക്വയർ പ്ലെയിനാർ ആണല്ലോ, അത് ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഇവിടെ ഇങ്ങനെ വരയ്ക്കണ്ട കേട്ടോ, ഇവിടെ കാരണം നമുക്ക് ആ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. നോക്കിക്കോളൂ, ഇവിടെ ഇങ്ങനെ എടുക്കുന്നു, എന്നിട്ട് ഒരെണ്ണം എന്താ, അതായത് ഒരെണ്ണം മുകളിലോട്ടും ഒരെണ്ണം താഴോട്ടും വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ? ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് ഇവിടെയാണ്, ഇതാണ് വേണ്ടത്. ഇവിടെ ഞാൻ NH3 കൊടുക്കുന്നു, ഇതാണ് ഇത്, ഇവിടെയും ഞാൻ NH3 കൊടുക്കുന്നു, ഇതാണ് വേണ്ടത്, ഇവിടെയും ഞാൻ NH3 കൊടുക്കുന്നു. ഓക്കെ, പിന്നെ ഇതാണ് ഇത്, ഇവിടെ ഞാൻ NO2, ഇതാണ് ഈ ബോണ്ട്, ഇവിടെ NO2, ഇതാണ് ഈ ബോണ്ട്, ഇവിടെ NO2. ഓക്കെ, എന്നിട്ട് ആ ട്രയാങ്കിൾ കാണിക്കാൻ വേണ്ടി ഇവിടെ ഡോട്ട് ഇടണം. കണ്ടോ, ഇത് ഡോട്ട് ഇടണം. ഇങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു തന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അടുത്തത് മെറിഡിയോണൽ ഐസോമർ. നോക്കിയോ, മെറിഡിയോണൽ ഐസോമർ. അതും വീണ്ടും ഞാൻ ആ 3 ഡയമെൻഷനിൽ തന്നെ വരച്ചു കാണിക്കാം. 3 ഡയമെൻഷനിൽ വരയ്ക്കാൻ വേണ്ടി ഒരേ
ലൈനിൽ ഇങ്ങനെ പാരലൽ ലൈൻസ് രണ്ടെണ്ണം വരയ്ക്കുക, അതിനെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതല്ല പരീക്ഷയ്ക്ക് വരയ്ക്കേണ്ട, വീണ്ടും വീണ്ടും പറയുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയും ഒപ്റ്റിക്കൽ ഐസോമർ വരയ്ക്കാൻ വേണ്ടിയുമാണ് ഞാൻ ഇത് പഠിപ്പിക്കുന്നത് ഇപ്പോഴേ. അപ്പം ഇവിടെ നോക്കിയോ, ഈ മെറിഡിയോണലിനകത്ത് നമുക്കറിയാം മൂന്ന് ടൈപ്പ്, മൂന്ന് സെയിം ലിഗാൻഡ്, മൂന്ന് സെയിം ലിഗാൻഡും ആണ് വരുന്നത്. അപ്പൊ അതില് ഈ സ്ക്വയർ പ്ലെയിനാർ ഫേസിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള പൊസിഷൻ, സ്ക്വയർ പ്ലെയിനാർ ഫേസ് എന്ന് പറയുന്നത് ഏതാ, ഇത്, അതായത് ഇതാണ് സ്ക്വയർ പ്ലെയിനാർ ഫേസ്. ഈ സ്ക്വയർ പ്ലെയിനാർ ഫേസിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള പോയിന്റിൽ, അഡ്ജസന്റ് ആയിട്ടുള്ള മൂന്ന് പൊസിഷനിൽ ഒരേ ലിഗാൻഡ് വന്നാൽ, ഇപ്പൊ ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു NO2 വന്നു, ബാക്കി ഇവിടെ അല്ല, ഇവിടെ NH3 വന്നു, ഇവിടെ NH3 വന്നു, ഇവിടെ NH3 വന്നു. കണ്ടോ, അതായത് അഡ്ജസന്റ് പൊസിഷൻ ഇതും അഡ്ജസന്റ്. സ്ക്വയർ പ്ലെയിനാറിന്റെ അഡ്ജസന്റ് പൊസിഷനിൽ മൂന്നെണ്ണത്ത് സെയിം ആള് വന്നു, ഒരെണ്ണം വേറെ ആള് വന്നു. ഇനി മറ്റേ ആ വേറെ ഒരെണ്ണം വന്ന എന്ത് ചെയ്തു, ഒരെണ്ണം വന്ന ആള് ഒരെണ്ണം മുകളിലും ഒരെണ്ണം താഴെയും വന്നു. കണ്ടോ, ഇതാണ് മെറിഡിയോണൽ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത്, സ്ക്വയർ പ്ലെയിനാർ ഫേസിന്റെ മൂന്ന് അഡ്ജസന്റ് ആയിട്ടുള്ള പൊസിഷനിൽ മൂന്ന് സെയിം ലിഗാൻഡ് വന്നാൽ അവൻ മെറിഡിയോണൽ ആണ്. ഇനി ഒക്ടാഹൈഡ്രന്റെ ഒരു ട്രയാങ്കുലർ ഫേസിൽ മൂന്നെണ്ണത്തിൽ മൂന്ന് സെയിം ലിഗാൻഡ് വന്നാൽ അത് ഫേഷ്യലും ആവും. ഓക്കെ, ഇതിനെ മറ്റേ രീതിയിൽ വരയ്ക്കുന്നത് എങ്ങനെയാണ്, മറ്റേ രീതി വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അതായത് കൊബാൾട്ട് ആയിരുന്നു CO, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. ഓക്കെ, മുകളിലോട്ട് 1 5, താഴോട്ട് 1 6. ഓക്കെ, ഇവിടെ ഒരു NO2 വന്നു, അതായത് ഇവിടത്തെയാണ് ഞാൻ ഇവിടെ വരച്ചത്. അടുത്തത് ഇവിടെ NH3 ആണ്, അതെടുത്ത് ഇവിടെ വരച്ചു. അടുത്തത് ഇവിടെ NH3 ആണ്, അതെടുത്ത് ഇവിടെ വരച്ചു. അടുത്തത് ഇവിടെ NH3 ആണ്, അത് ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, ഇവിടെ ഒരു NO2, ഇവിടെ ഒരു NO2. ഞാൻ ബോക്സ് വരയ്ക്കുകയാണ്, കണ്ടോ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ബോക്സ് വരയ്ക്കാൻ കേട്ടോ. ബോക്സ് ഞാൻ ആ ബോക്സ് വരയ്ക്കാത്ത എന്താണെന്നറിയോ, ഫേഷ്യലിന്റെ അവിടെ ബോക്സ് വരയ്ക്കാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ ബോക്സ് വരയ്ക്കാഞ്ഞത്. ബോക്സ് വേണമെങ്കിൽ ഞാൻ വേറൊരു കളറും കൊണ്ട് വരച്ച് കാണിക്കാം. ഇതാണ് ആ ബോക്സ്. അപ്പൊ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരയ്ക്കാഞ്ഞത്. മനസ്സിലാവും, കൺഫ്യൂഷൻ വരും. ഒന്നുമില്ല, 3 ഡയമെൻഷനിൽ വരച്ചുകൊണ്ട് ഓക്കെ ആണെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് എല്ലാവരും വരച്ചു എന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലോട്ട് പോവാണ്. വരച്ചിട്ടില്ലെങ്കിൽ എന്നോട് പറയാം. ഇനി ഒരു നോട്ട് എന്ന് പറഞ്ഞ് ഇതിന് താഴോട്ട് എഴുതിക്കുക. നോട്ട് എന്ന് പറഞ്ഞ് എഴുതുക. നോട്ട് ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ്, ഹൈഡ്രൽ കോംപ്ലക്സ് will not show cis trans isomers. കാരണം എന്താണെന്നറിയാമോ, അവരുടെ എല്ലാ ബോണ്ടുകളുടെയും ഇടയിലുള്ള ആംഗിൾ സെയിം ആണ്. അതായത് 109.5 ഡിഗ്രി ആണ് അവിടുത്തെ ഇത് കോമൺ ആസ് ആംഗിൾ ബിറ്റ്വീൻ all the bond connecting ligand with central atom is 109.5 degree. അതെന്ന് വെച്ചാൽ എനിക്ക് അടുപ്പ് കൂട്ടി പോലെയൊക്കെ ആയിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഇരിക്കും ടെട്രാഹൈഡ്രൽ. ഇപ്പൊ ഒരു മെറ്റൽ ഇവിടെ ആണെങ്കിൽ ഒരു ലിഗാൻഡ് ഇവിടെ, ഒരു ലിഗാൻഡ് ഇവിടെ, ഒരു ലിഗാൻഡ് ഇവിടെ, ഒരു ലിഗാൻഡ് മുകളിൽ. അപ്പൊ ഇത് തമ്മിലുള്ളതും 109.5 ആണ്, ഇത് തമ്മിലുള്ളതും 109.5 ആണ്, ഇത് തമ്മിലുള്ളതും 109.5 ആണ്, ഇത് തമ്മിലുള്ളതും 109.5 ആണ്. നിങ്ങൾ ചിന്തിക്കല്ലേ, ഇത് ഒരു സർക്കിൾ ഫോം ചെയ്തിട്ട്, അങ്ങനെയല്ല, സർക്കിൾ അല്ല, ഇത് പലതും പല ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. ഒന്ന് ഇങ്ങനെ ഇരിക്കും, ഒന്ന് ഇങ്ങനെ ഇരിക്കും, അടുപ്പിന്റെ കാല് പോലെ ഒന്ന് ഇങ്ങനെ ഇരിക്കും, ഒന്ന് മുകളിലോട്ട്. ഈ എല്ലാ ഇത് തമ്മിൽ പിന്നെ അതേപോലെ ഇത് തമ്മിൽ എല്ലാം തമ്മിലുള്ള ബോണ്ട് എന്താ, 109.5. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ പറ്റത്തില്ല.
ഇപ്പൊ നമ്മൾ ഈ ഓരോ ലിഗാൻഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ പോലെ സ്കോപ്പ് ഇല്ല. അതാണ് അതിന്റെ കാര്യം. നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് സ്റ്റീരിയോ ഐസോമറിസം ആയിരുന്നു. സ്റ്റീരിയോ ഐസോമറിസത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എന്താണ് ജോമെട്രിക്കൽ ഐസോമറിസം, നമ്മൾ സ്റ്റീരിയോ ഐസോമറിസം അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? അതെ, സ്റ്റീരിയോ ഐസോമറിസത്തിൽ നമ്മൾ രണ്ടായിട്ട് തിരിക്കണം, ജോമെട്രിക്കൽ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം. അതിൽ ജോമെട്രിക്കൽ ഐസോമറിസം ആയിരുന്നു ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് സിസ്റ്റം ട്രാൻസും പഠിച്ചു, ഫേഷ്യൽ മെറിഡിയനും പഠിച്ചു. ഇനിയും സ്റ്റീരിയോ ഐസോമറിസത്തിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഒപ്റ്റിക്കൽ ഐസോമറിസം ആണ്. അതാണ് ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹെഡിങ് എഴുതിക്കോളൂ, ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഹാലോ ആൽക്കീൻസ് ഹാലോ അരീൻസിനകത്ത് പഠിച്ച നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ഒപ്റ്റിക്കൽ, അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താ, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആയിരിക്കും. അതായത് അവരുടെ മിറർ ഇമേജിനെ എടുത്തിട്ട് ഒറിജിനൽ കോമ്പൗണ്ടിന്റെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കോയിൻസൈഡ് ചെയ്യില്ല എങ്കിൽ അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് കാണിക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ഇത് എഴുതുക. it is the property exhibited by certain compound by virtue of which they can rotate the plane polarized light. Polarized light either towards right or towards left. Either towards right or towards left. ഇതൊരു ഡോട്ട് ആണ് എഴുതേണ്ടത്. അടുത്ത ഡോട്ട് കോമ്പൗണ്ട് which are non super impossible mirror images of each other exhibit this property and are called enantiomers. നമ്മൾ ഇതെല്ലാം അവിടെ പഠിച്ചാണ്, അവിടത്തെ പോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി പോലെ തന്നെ ഉള്ളൂ. കോൾഡ് enantiomers. അടുത്ത ഡോട്ട് എഴുതിക്കോ. the isomer which rotate the plane polarized light towards right is dextrose D, and the isomer which rotate plane polarized light PP എല്ലാം നമ്മൾ എഴുതുകയാണ്. plane polarized light towards left is called
ലേവോ റൊട്ടേറ്ററി അല്ലെങ്കിൽ ലേവോ റൊട്ടേറ്ററി. ഇനി അത് രണ്ട് ടൈപ്പ് കോംപ്ലക്സ് ഉണ്ട്, അതിന്റെ പടവും കൂടെ വരച്ചിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ നോക്കിക്കോളൂ. അതായത് ഇതും ഈ എന്താ ഒപ്റ്റിക്കൽ ഐസോമർസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പം എനിക്കൊരു കോമ്പൗണ്ട് കിട്ടി, അത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ആ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഒരു കോമ്പൗണ്ടിനകത്തൂടെ ഞാൻ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ കടത്തി വിട്ടപ്പോൾ ആ കോമ്പൗണ്ടിന്റെ പുറത്തിറങ്ങിയപ്പോൾ ആ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് വലത്തോട്ട് ഒരു ചരിവുണ്ടായി. അങ്ങനെയെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ നമ്മൾ ഈ കടത്തിവിട്ട ഈ കോർഡിനേഷൻ കോമ്പൗണ്ട് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ തന്നെ വേറൊരു അതായത് ആ സെയിം കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ എടുത്തിരിക്കുകയാണ്. അതിന്റെ വേറെ, അതായത് അല്ലെങ്കിൽ വേറെ എവിടുന്നോ കൊണ്ടുവന്ന സെയിം കോർഡിനേഷൻ കോമ്പൗണ്ട് അതിനകത്തൂടെ കടത്തി വിട്ടപ്പോഴത്തേക്കും ആ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് പുറത്തിറങ്ങിയപ്പോൾ ലെഫ്റ്റിലോട്ടാണ് തിരിഞ്ഞ് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അതായത് നേരെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലെയിൻ പോളറൈസ് ലൈറ്റ് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട എന്താ അറിയോ? രണ്ടും സെയിം കോമ്പൗണ്ട് തന്നെയായിരുന്നു, പക്ഷേ അവർക്ക് ആകെ ഒരു വ്യത്യാസമുള്ള എന്താണെന്നറിയോ? ഈ പ്ലെയിൻ പോളറൈസ് ലൈറ്റ് അതിനകത്തൂടെ കടത്തി വിടുമ്പോൾ ആ കടത്തി വിട്ട് ലൈറ്റ് പുറത്തിറങ്ങുന്ന സമയത്ത് പ്ലെയിൻ പോളറൈസ് ലൈറ്റിന്റെ പ്രത്യേകത എന്താ? പ്ലെയിൻ പോളറൈസ് ലൈറ്റ് ഒരു ഡയറക്ഷനിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യത്തുള്ളൂ. അത് ഒരു കോമ്പൗണ്ടിനകത്തൂടെ കടത്തി വിടുമ്പോൾ അത് വലത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുകയും അതിന്റെ തന്നെ ഐസോമർ അതേ കോമ്പൗണ്ട് തന്നെ വേറെ എവിടുന്നോ കൊണ്ടുവന്ന ഒരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിച്ചു, അതിനകത്തൂടെ കടത്തി വിട്ടപ്പോൾ അത് ഇടത്തോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായി, രണ്ടും സെയിം കോമ്പൗണ്ട് തന്നെയാണ്, രണ്ട് ഡിഫറൻസ് സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നത്. ചിലപ്പം ഇതിന്റെ ഐസോമർ ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഇതിന്റെ ഐസോമർ ആയിരിക്കും ഇത്, അങ്ങനെ ആയിരിക്കും കൊണ്ടുവന്നത്, നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് അത് ഈ ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ മാത്രം വേരിയേഷൻ കാണിക്കുന്നതുകൊണ്ടാണ് അതിനെ അങ്ങനെ എന്താണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വരയ്ക്കുന്നത്, അതായത് എങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത് എന്നുള്ളതും കൂടെ പഠിച്ചിട്ട് നമുക്ക് ക്ലാസ് നിർത്താൻ നോക്കൂ. ഒക്ടാഹൈഡ്രൽ ഒരു ഡോട്ട് എഴുതണേ. ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ഓഫ് ടൈപ്പ് MLL3. LL3 എന്ന് പറയുമ്പം ഒരു LL-ന് രണ്ട് ബോണ്ടാണ് അല്ലെ? അതായത് ഒരു LL എന്ന് പറയുമ്പോൾ ഡൈഡന്റേറ്റ്, ഒരു ഡൈഡന്റേറ്റ് മോളിക്യൂളിന് രണ്ട് ബോണ്ടാണ്. 3 എണ്ണം ആകുമ്പോഴത്തേക്കും 6 ബോണ്ട് ആവും. അപ്പൊ അത് ഒക്ടാഹൈഡ്രൽ തന്നെയായി അല്ലേ? ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ഓഫ് ടൈപ്പ് MLL3 ആൻഡ് MA2LL2. ഇതിന്റെ സിസ് വേരിയന്റ് മാത്രമേ ഉള്ളേ, ഇതിന്റെ സിസ് വേരിയന്റ് മാത്രമേ കാണിക്കത്തുള്ളൂ. സിസ് ഐസോമർ ഓഫ് ദിസ് ടൈപ്പ്, സിസ് ഐസോമർ ഓഫ് ദിസ് ടൈപ്പ് മാത്രമേ ഇത് കാണിക്കത്തുള്ളൂ കേട്ടോ. ഇത് ഓർത്തോണം, ഇതിന്റെ സിസ് ഐസോമർ മാത്രമേ, MA2LL2ന്റെ സിസ് ടൈപ്പ് മാത്രമേ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ കാണിക്കുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അതില് ആദ്യം MA3LL3 ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് എഴുതാം. ഇതിന്റെ എക്സാമ്പിൾ CO MA3LL3 അല്ലല്ലോ, MLL3 എന്നല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം COEN ട്രൈസ് കോംപ്ലക്സ് ആണ്, ബ്രാക്കറ്റ് ഇട്ടിട്ട് അവർ 3+ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഒക്ടാഹൈഡ്രൽ ഷേപ്പ് എങ്ങനെയായിരിക്കുന്നത്, ഇതിന്റെ 3 ഡയമെൻഷണൽ ഷേപ്പ് എങ്ങനെയായിരിക്കുന്നത്. 3 ഡയമെൻഷണൽ ഷേപ്പ് സൈഡിൽ ചെറുതായിട്ട് വരച്ചാൽ മതിയേ, വളരെ ചെറുതായിട്ട് വരച്ചാൽ മതി. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ഓൾറെഡി ഐസോമർ ഈ ഒപ്റ്റിക്കൽ വരയ്ക്കുമ്പോൾ രണ്ട് പടം ഓൾറെഡി അപ്പുറത്തും ഇപ്പുറത്തും വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് അല്ലേ? അപ്പം ഇവരുടെ ഷേപ്പ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് നോക്കിയോ? 3 EN ഉണ്ട്. അപ്പൊ ഒരു EN ഇവിടെ വരുന്നു. അപ്പൊ നോക്കിയോ, ആ EN കണ്ടോ, ഈ രണ്ട് ബോണ്ട് എടുക്കുന്നു. അടുത്ത EN ദണ്ട് ഇവിടെ വരുന്നു, അത് ദണ്ട് ഈ രണ്ട് ബോണ്ട് എടുക്കുന്നു. അടുത്ത EN ദണ്ട് ഇവിടെ വരുന്നു, അത് ഈ രണ്ട് ബോണ്ട് എടുക്കുന്നു. അല്ലെ? ഇങ്ങനെയല്ലേ സാധാരണ വരിക? ഇങ്ങനെ വരുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് വരച്ചു നോക്കാം. അതായത് 2 ഡയമെൻഷനിൽ ഒന്ന് വരച്ചു നോക്കാം. അതായത് CO വരയ്ക്കുന്നു, ഒരു ബോണ്ട് ഇങ്ങനെ, ഒരു ബോണ്ട് ഇങ്ങനെയാണ്. അപ്പൊ അത് നേരെ EN-ഉമായിട്ട് ഫോം ചെയ്തു, കണ്ടോ EN. അടുത്തത് ഇങ്ങനെയും ഇങ്ങനെയുമായിരുന്നു, അതും എന്ത് ചെയ്തു കണ്ടോ, അതും
ഇതുമായിട്ട് ബോണ്ട് ഫോം ചെയ്തു. അടുത്ത എങ്ങനെയായിരുന്നു? അടുത്തത് ഇങ്ങനെയും ഇങ്ങനെയും ആയിരുന്നു. അതും എന്ത് ചെയ്തു? കണ്ടോ, ENമായിട്ട് ബോണ്ട്. ഓക്കെ, എന്നിട്ട് കാര്യം ആലോചിച്ചോണം, ഇത് 3+ ആണ്. ഒരിക്കലും ഫുൾ ബ്രാക്കറ്റ് ഇടരുത്. ഒപ്റ്റിക്കൽ ഐസോമറിസം വരയ്ക്കുമ്പോൾ അതിന്റെ മിറർ ഇമേജ് കൂടെ വരയ്ക്കണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 3+ മാത്രമേ ഇടത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു മിറർ വരയ്ക്കുകയാണ്. ഇവിടെ ഒരു മിറർ വരയ്ക്കുകയാണ്. ഈ മിററിന്റെ ഇമേജ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് നോക്കിയോ. മിററിന്റെ ഇമേജ് വരയ്ക്കുമ്പോൾ CO ഇവിടെ ഈ പാർട്ട് ഈ സൈഡിലല്ലേ വരുന്നത് മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഇങ്ങനെ വരുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ വരുന്നു, കണ്ടോ EN. അതേപോലെ തന്നെ ഈ പാർട്ട് ഈ സൈഡിലായിരിക്കും വരുന്നത്, ശരിയല്ലേ? മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ അപ്പൊ ഇങ്ങനെ 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 വരുന്നു അല്ലേ? EN. ഈ പാർട്ട് ഈ സൈഡിൽ വരും മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ, അല്ലേ? അപ്പൊ ഇങ്ങനെ. എന്നിട്ട് ഇവിടെയും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് പകുതി ഇട്ടിട്ട് ഇങ്ങനെ കണ്ടോ, ഇതാണ് അതിന്റെ ഇത് നിങ്ങൾ നോക്കി, ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ അല്ലേ? ഇതിനെ ഞാൻ പൊക്കി എടുത്തിട്ട് ഇതിന്റെ മണ്ടക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, കോയിൻസൈഡ് ചെയ്യുവോ? ഇല്ല. ഇത് ഈ ഭാഗത്ത് വരും, ഇത് ഈ ഭാഗത്ത് വരും, ഇത് ഈ ഭാഗത്ത് വരും. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, സൂപ്പർ ഇമ്പോസ് ചെയ്യത്തില്ല. അതായത് ഇമ്പോസ് ചെയ്ത് ഒന്നിന്റെ മണ്ടയ്ക്ക് ഫിറ്റ് ആയിട്ടിരിക്കത്തില്ല. അതിനെയാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ എന്ത് കാണിക്കത്തുള്ളൂ? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കത്തുള്ളൂ. അപ്പൊ ഇത് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നു, മനസ്സിലായി? തെറ്റാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കണം. ഏതാ മോനെ? ലാസ്റ്റ് പറഞ്ഞൊന്നും പറയാമോ? കേട്ടില്ലായിരുന്നു. അതായത് ഇപ്പം ഞാൻ ഇവന്റെ മിറർ ഇമേജ് ആണല്ലോ വേണ്ടത്. ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം. അതായത് ഞാനിപ്പോ റെഡ് കളറും കൊണ്ട് 1 ഇട്ടതിന്റെ മിറർ ഇമേജ് ആണ് ബ്ലൂ കളറും കൊണ്ട് 2 എന്നിട്ട ഇമേജ് ആണോ? ഇപ്പൊ ചോദിച്ചാൽ ആണ്. ഇവനെ ഞാൻ പൊക്കി ഇതേപോലെ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്യുക. അതായത് ഈ 2 എന്ന് പറയുന്ന ഇമേജിനെ ഞാൻ ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് 1 എന്ന് പറയുന്ന അവന്റെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കും. അതായത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ ക്യാമറ എന്ത് പറ്റി, ഒരു സെക്കൻഡ്. ഓക്കെ, നിങ്ങളുടെ ഒരു കാര്യം, നിങ്ങളുടെ വലത് കൈ എടുത്ത് ഇടത് ഓക്കെ ശരിയായി. നിങ്ങളുടെ വലത് കൈ എടുത്തിട്ട് ഇടത് കൈയുടെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പം ഈ കൈയുടെ ഈ വലത് കൈയുടെ പുറകില് എന്റെ ഇടത് കൈയുടെ പുറകിൽ എന്റെ വലത് കൈ ഇരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് ആകാത്ത രീതിയിലാണ് ഈ കൈ ഇരിക്കുന്നത്. അതായത് സൂപ്പർ ഇമ്പോസ് ചെയ്തായിരിക്കുന്നത്. ആണോ? ഇപ്പൊ ആരോ ചോദിച്ചു, ഷാരോൺ ആണോ? ഓക്കെ, ഇതിപ്പോ കണ്ടോ, ഇത് സൂപ്പർ ഇമ്പോസിബിൾ ആണോ? ഷാരോണേ? ആണ്. എന്നാൽ ഞാനിപ്പം ഈ മിറർ ഇമേജ് ഇവനെ പൊക്കി എടുത്തിട്ട് ഇവന്റെ മണ്ടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കൈ വെച്ച പോലെ തന്നെ രണ്ട് കൈയും ഫിറ്റ് ആയിട്ടിരിക്കുന്ന പോലെ ഇവർ രണ്ടുപേരും ഫിറ്റ് ആയിട്ടിരിക്കുമോ? ഇതിന്റെ ഈ ഭാഗം വരുന്നത് എവിടെ ആയിരിക്കും? ഇവന്റെ മണ്ടയ്ക്ക് വെക്കുമ്പോ ഇവിടെ അല്ലേ വരിക? ഈ ഭാഗം എവിടെ ആയിരിക്കും വരുന്നത്? ഇവിടെ അല്ലേ വരിക? ഈ ഭാഗം എവിടെ ആയിരിക്കും വരിക? ഇവിടെ അല്ലേ വരിക? അപ്പൊ ഇവര് കോയിൻസൈഡ് ചെയ്തോ? കോയിൻസൈഡ് ചെയ്തില്ല. അപ്പം അവര് സൂപ്പർ ഇമ്പോസ് ചെയ്തില്ല എന്നർത്ഥം. ഒന്നിന്റെ മണ്ടയ്ക്ക് ഒന്ന് ഇമ്പോസ് ചെയ്തില്ല, കൃത്യമായിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കത്തില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക്കൽ ഐസോമർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ശരണ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയോ, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല. ഷാരോൺ പറഞ്ഞോ, തെറ്റാണോ? ഓക്കെ. ഇനിയും ഇതിന്റെ ഒരു എക്സാമ്പിളും ഉണ്ട്. ആ എക്സാമ്പിളും കൂടെ വരച്ചിട്ട് നമുക്ക് നിർത്താം. ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത ഏതാ? അടുത്തെന്ന് പറയുമ്പോൾ MA2 LL2 ആണ്. അതായത് അതിന്റെ സിസ് വെർഷൻ മാത്രം. അതായത് സിസ് വെർഷൻ ഓഫ് എന്താ? MA2 LL2. ഓക്കെ, അതിന്റെ സിസ് വെർഷൻ മാത്രമേ വരുള്ളൂ കേട്ടോ, ട്രാൻസ് വരില്ല. ട്രാൻസ് എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം, അതവിടെ നിൽക്കട്ടെ. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് എന്താ? ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് നമുക്ക് പ്ലാറ്റിനം Cl2 En2
സ്ക്വയർ ബ്രാക്കറ്റ് 2 പ്ലസ് എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? ഇതിന്റെ സിസ് എങ്ങനെയാ വരയ്ക്കുന്നത്? 3 ഡയമെൻഷനിൽ ആദ്യം ഒന്ന് വരച്ചു നോക്കാം. 3 ഡയമെൻഷനിൽ വരച്ചു നോക്കാം. 4 ബോണ്ട് ഇവിടെ, 4 ബോണ്ട് ഇവിടെ, 2 എണ്ണം ഇവിടെ. അപ്പം എന്തായാലും ഇവിടെ ഒരു ക്ലോറിൻ വരും, ഇവിടെ ഒരു ക്ലോറിൻ വരും. സിസ് ആയി. ഇത് രണ്ടും, ഇത് ഇ എൻ കൊടുക്കുന്നു, ഇതും നോക്കിയേ ഇ എൻ കൊടുക്കുന്നു. കണ്ടോ, ഒരേ ബോളിലെ ആൾക്കാർ ഒരേ സൈഡിൽ വന്നു, സിസ് ആയല്ലോ. ഓക്കെ, അപ്പം ഇതിന്റെ 2 ഡയമെൻഷനിലാണ് വരയ്ക്കേണ്ടത്. അപ്പം 2 ഡയമെൻഷനിൽ വരയ്ക്കുന്ന സമയത്ത് നോക്കിയോ, 4 എണ്ണം ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. അതായത് ഇങ്ങനെ വേണേ ഇരിക്കട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലോറിനും ഇവിടെ ക്ലോറിനും ആക്കാം, ഇവിടെ ഇ എന്നും ഇവിടെയും ഇ എന്നും ആക്കാം. അങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ എന്റെ രീതിയിൽ അങ്ങ് വരച്ചതേ ഉള്ളൂ. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. മിക്കവാറും സ്കൂളിലൊക്കെ ഒരു നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ പോലെ തന്നെ ആയിരിക്കും വരയ്ക്കുന്നത്. ടെക്സ്റ്റിനകത്ത് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, എങ്ങനെ വേണേ വരയ്ക്കാം. നമുക്ക് ഇങ്ങനെ സിസ് മാത്രം വന്നാൽ മതി. അപ്പം ഞാൻ ഇതിന്റെ 2 ഡയമെൻഷനിൽ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമുക്കറിയാം പ്ലാറ്റിനം നടുക്ക് വരണം. ഓക്കെ, ഒരു ക്ലോറിൻ ദേണ്ട് ഇവിടെ, ഒരു ക്ലോറിൻ ദേണ്ട് ഇവിടെ. ഓക്കെ, ഇനിയും അടുത്തത് നമുക്കറിയാം എന്താ, ക്ലോറിൻ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെയും ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചേർന്നിട്ട് എന്താ ഇ എന്നിലോട്ട് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ഒരു ബോണ്ടും ഇവിടെ ഒരു ബോണ്ടും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചേർന്ന് ഇ എന്നിലോട്ട് കണക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇതിന്റെ എന്നിട്ട് അതിന്റെ ചാർജ് എന്താ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഒരു 1/4 ഭാഗം ഇട്ടിട്ട് 2+ എന്ന് ഇടുക. മിറർ വരയ്ക്കുക. അതിന്റെ മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ നോക്കിയേ, അതായത് പി ടി ഇവിടെ വരച്ചു, ഈ ഭാഗം ഈ സൈഡിൽ വരും. ശരിയല്ലേ? മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ അപ്പൊ ഇവിടെ ഇങ്ങനെ ഇ എൻ കണ്ടോ, ഇങ്ങനെ വരുന്നു. അടുത്തത് ഈ ഭാഗം ഈ സൈഡിലായിരിക്കും വരുന്നത്. അപ്പൊ എങ്ങനെ വരും? അപ്പൊ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇ എൻ. അടുത്തത് ഇവിടെ സി എൽ, ഇവിടെ സി എൽ കണ്ടോ. എന്നിട്ട് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ്, ഇവിടെ 2+. ഇവനെ പൊക്കി എടുത്തിട്ട് ഇവന്റെ മണ്ടയ്ക്ക് വെച്ചാൽ നിങ്ങൾ നോക്കിയേ, ഒരു സി എൽ ഇവിടെയാ വരുന്നത്, ഇല്ലേ? ശരിയല്ലേ? അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കോയിൻസൈഡ് ചെയ്യത്തില്ല. അപ്പൊ ഇതെന്താ, ഇതും എന്ത് തന്നെയാ, ഇത് എന്താണ്, ഒപ്റ്റിക്കൽ ഐസോമർ തന്നെ. ഇതിന്റെ ട്രാൻസ് വരാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിന്റെ ട്രാൻസ് വരുമ്പോ എന്തായാലും സൂപ്പർ ഇമ്പോസ് ചെയ്യും. നിങ്ങൾ ഇതിന്റെ ട്രാൻസ് വരയ്ക്കുന്നത് എങ്ങനെയാ? അതായത് ഈ ഐസോമറിന്റെ ട്രാൻസ് ഐസോമർ വരയ്ക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നത്. അതായത് നമ്മൾ ഒരു 3 ഡയമെൻഷണൽ കൺസെപ്റ്റ് വരച്ചു. അപ്പം ഇവിടെ ഒരു ഇ എൻ, ഇവിടെ ഒരു ഇ എൻ, ഒരേ പോലുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഒരു സി എൽ, ഇവിടെ ഒരു സി എൽ, ഇങ്ങനല്ലേ? ഇതിന്റെ മിറർ ഇമേജ് നിങ്ങൾ എങ്ങനെ ആയിരിക്കും വരയ്ക്കാൻ പോകുന്നത്? അങ്ങനെ തന്നെ ആയിരിക്കും വരയ്ക്കാൻ പോകുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ആണ്. ഇവിടെ ഇ എൻ വരും, ഇവിടെ ഇ എൻ വരും. ഇവനെ എടുത്ത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യം ഇത് കോയിൻസൈഡ് ചെയ്തിരിക്കും. കോയിൻസൈഡ് ചെയ്യുന്നത് സൂപ്പർ ഇമ്പോസിബിൾ അല്ലേ? നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണല്ലോ നമ്മുടെ ഇവിടെ ഒപ്റ്റിക്കൽ ഐസോമർസം കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതെന്താവാത്തത്. ഇതിന്റെ സിസ് ടൈപ്പ് മാത്രം നമ്മൾ എടുക്കുന്നതിന്റെ കാരണം അതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയുമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. എഴുതി കഴിഞ്ഞവർക്കും വരച്ചു കഴിഞ്ഞവർക്കും മാത്രം ലെഫ്റ്റ് ആവാം. ഏതാ മോനെ? ഇതിപ്പം ഇതിന്റെ ആദ്യത്തേത്. ഓക്കെ, ഇതിന്റെ ആദ്യത്തേത് ഞാൻ വേണമെങ്കിൽ ഒന്നെങ്കിൽ വീഡിയോ അയക്കാം. കാരണം ഇതിനകത്തെല്ലാം ഞാൻ ഇതാക്കി കളഞ്ഞു, തുടച്ചു കളഞ്ഞു. ഓക്കെ, താങ്ക് യു സർ.